തോന്നിയാസം പറയുന്നു. കള്ളല്ല ശാലിനി. നീ കള്ളോ കഞ്ചാവോ മറ്റോ കഴിച്ചിട്ടുണ്ടെങ്കിലേ അത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള മരുന്നായത്. അല്ല ശാലിനി, സത്യമായിട്ട് ശാലിനി. അങ്കിളുടെ വീൽ ചെയർ എന്റെ പിന്നാലെ വന്നു. വീൽ ചെയർ പിന്നാലെ വന്നോ? ആ സത്യമായിട്ടും അങ്കിൾ ഇല്ലായിരുന്നു. വീൽ ചെയർ തനിയെ വന്നതാ. നീ ഇന്ന് കണ്ട സിനിമ ഏതാ? മണിച്ചിത്രത്താഴോ? അയ്യോ അല്ല ശാലിനി, സത്യമായിട്ടും. മര്യാദക്ക് കിടന്നുറങ്ങിയില്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് ഈ മേടിക്കും. കിടന്നുറങ്ങടി. അയ്യോ ശാലിനി, അത് വരുന്നുണ്ട്. അയ്യോ അതിങ്ങോട്ടാ വരുന്നത്. ശാലിനി ഇവിടെ തന്നെ കിടക്കണേ. അയ്യോ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, പിന്നെ കിരീടിയും. എന്താ? ഇങ്ങോട്ട് വാ. സുസ്മിത, അതൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. വാ 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 വാ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തേ കാണിക്കുന്നത്? അതെനിക്കൊരു മുത്തുകവ് തരോ? സുസ്മിത, അവൾ തല പൊക്കില്ല. അപ്പോ ആ വീൽ ചെയറില് ഞാൻ ചോദിച്ച സാധനം കിട്ടിയില്ല. അത് താ, വേണ്ട. നാളെ നമ്മുടെ ദാമ്പത്യ പൂജയ്ക്ക് പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ് ആയിട്ട് പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ അർജുനൻ, ഫൽഗുനൻ. ഒന്ന് ഇവിടെ കിടക്കാൻ പോവാ. ഇങ്ങനെ ഇപ്പൊ ഇത് മതി. പോ പ്ലീസ്. നാളെ 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 നാളെ. ഇപ്പൊ പോ, പോ. ഇപ്പൊ ഇതിനകത്ത് പോ. നാളെ തരാം. ചെല്ല, വാ. ചെല്ല ചെല്ല ചെല്ല. ഒരെണ്ണം ചേച്ചാതെ കള്ളത്തെമ്മാടി. അർജുനൻ, ഫൽഗുൻ, പാർത്ഥൻ, പിന്നെ കിരീടിയും. ഇവളുടെ കാര്യം പോക്ക് തന്നെ.
വിഷ്ണു വിഷ്ണു എടാ വിഷ്ണു അമ്മ അമ്മ എന്താ അമ്മ? നീ ഇവിടെയാണോ കിടക്കുന്നത്? അത് ഞാനിന്ന് ഇവിടെ കിടന്നേ. പക്ഷേ ഞാൻ കുറച്ചു മുമ്പ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. അതെന്താന്നറിയാമോ, ഞാൻ വാഷ്റൂമിൽ പോയി, പിന്നെ തല വെച്ച് കിടക്കാൻ പില്ല് എടുക്കാൻ പോയി. അല്ലമ്മ, അമ്മ എന്താ ആലോചിക്കുന്നേ? നീയാണോ നേരത്തെ ഇവിടെ ലൈറ്റ് ഇട്ടത്? നേരത്തെ ലൈറ്റ് ഇട്ടു, പിന്നെ ഇപ്പോഴും ലൈറ്റ് ഇട്ടു. അത് നേരത്തെ ലൈറ്റ് ഇട്ടപ്പോ ഓഫ് ചെയ്യാൻ മറന്നപ്പോഴേ ഇപ്പോഴും ലൈറ്റ് ഇട്ടതാ. എന്തമ്മ? ഒന്നുമില്ല. എന്തമ്മ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. അമ്മ നോക്ക്. നിക്ക. എങ്ങോട്ടാ നീ ഇവളെയും കൂട്ടി? അത് പ്രീതിക്ക് അമ്പലത്തിലൊന്ന് പോണെന്ന് പറഞ്ഞമ്മേ. അമ്പലത്തിലോ? അതിനെന്താണാവോ ഇപ്പൊ വിശേഷം? അത് ദാമ്പത്യ പൂജയുടെ ദിവസമല്ലേ അമ്മയെന്ന്. സത്യാമ്മയുടെ വീട്ടിൽ പൂജയ്ക്ക് പോകാനോ അമ്മ അനുവദിച്ചില്ല. അമ്പലത്തിൽ പോയി മനസ്സോർന്നൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും അവസരം തരണമെന്ന് ഇവള് പറഞ്ഞപ്പോ ഞാൻ കരുതി. വിടല്ലേ? ശരി, പോയിട്ട് പെട്ടെന്ന് വാ. വാ, ഞാൻ നിന്നോട് പറഞ്ഞില്ല അമ്മ സമ്മതിക്കും. അച്ഛാ, നിങ്ങൾ നേരത്തെ ഇറങ്ങിയോ? സത്യമ്മ പൂജ തുടങ്ങിയിട്ട് വരാന്നാ പറഞ്ഞേ. കൂടാ ദുശോധനം ഉണ്ടാവുമല്ലോ സുസ്മിത. ഈ കാർന്നോരെ ഞാൻ. അതെ, അച്ഛനോട് പറഞ്ഞേക്കട്ടെ. പറഞ്ഞേക്ക്, സന്തോഷമുള്ള കാര്യല്ലേ. എന്താ മോളെ? അത് പൂജ എനിക്ക് മാത്രമല്ല അച്ഛാ, ശാരികേച്ചിക്കും പ്രീതിക്കും ചെയ്യുന്നുണ്ട്. പ്രീതിക്കോ? പ്രീതിക്കോ? അതെ അച്ഛാ, മക്കൾക്ക് മാത്രമല്ല മക്കളുടെ സ്ഥാനത്തുള്ളവർക്കും ദാമ്പത്യ പൂജ ചെയ്യണമെന്നാണല്ലോ. അതുകൊണ്ട് അമ്മ അറേഞ്ച് ചെയ്തതാ. മനസ്സിലായി മോളെ. വസുമതി തടസ്സം നിൽക്കുമെന്ന് മനസ്സിലാക്കി മോളത് ആരും അറിയാതെ അറേഞ്ച് ചെയ്തു അല്ലേ? ഓരോ നിമിഷവും നീ എനിക്ക് മുന്നിൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ മോളെ. അല്ല, ഇറങ്ങാം, ലേറ്റ് ആവണു, പോവാം. അയ്യോ, എന്റെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ഞാനേ അതൊന്നും എടുത്തിട്ട് വരാം. എന്താ? അതെ, ഇപ്പൊ വന്നു. അയ്യോ, ആന്റിക്ക് ബോറടിച്ചോ? ഞാൻ വിളിച്ചത് ആന്റി ഇന്ന് വരുന്നുണ്ടോന്ന് അറിയാനാ. എവിടെ വരുന്നുണ്ടോന്ന്? ശാരദാമ്മയുടെ വീട്ടിൽ. അവിടെ ഇന്ന് ദാമ്പത്യ പൂജയല്ലേ? അവിടെ എന്തോ നടക്കട്ടെ, ഞാൻ എന്തിനാ വരുന്നേ? സ്വന്തം മകന്റെയും മരുമകളുടെയും ദാമ്പത്യ പൂജയ്ക്ക് ആന്റി ഇല്ലാതിരുന്നാ അത് മോശമല്ലേ? എന്ത്? നീ എന്താ പറഞ്ഞേ? എന്താ ആന്റി? നീ എന്താ പറഞ്ഞെന്ന്? ആരുടെ ദാമ്പത്യ പൂജയെന്ന്? അർജുന്റെയും പ്രീതിയുടെയും. ആന്റിയോട് അവര് പറഞ്ഞില്ലായിരുന്നോ? അയ്യോ സോറി ആന്റി, ആന്റിയോട് അവര് പറഞ്ഞില്ലെങ്കി ആന്റി വരണ്ടാന്ന് കരുതിയാവും. എങ്കി ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ആന്റി ഒന്നും കേട്ടിട്ടുമില്ല. മാലപ്പടക്കത്തിന് തീ കൊളുത്തി കഴിഞ്ഞു. ആ മിട്ട് പൊട്ടുന്നത് ഇനി ശാരദാമ്മയുടെ വീട്ടിൽ.
പൂജ നടത്തുന്നുണ്ട് വസുമതി. പ്രസാദം വാങ്ങാൻ തയ്യാറായിക്കോ. വരൂ. വരുമ്പോ പ്രീതി അർജുനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നിയെന്നെ സത്യാമ്മയ്ക്ക്. എന്റെ മക്കളെ പോലെ പൂജ നടക്കേണ്ടതല്ലേ അവർക്കും. ആരാ വരുന്നേ നോക്കി. ആഹാ, പ്രീതി, ശാലിനി, അർജുനേട്ടാ. മോളെ ശാരദാമ്മേ, വാ, വിഷ്ണു ഇരിക്കി. അല്ല, എങ്ങനെ രക്ഷപ്പെട്ടു? തട പറയുന്നു. ചുമ്മാ ഒരു കള്ളം പറഞ്ഞു, അമ്പലത്തിൽ പോകണമെന്ന്. വക്കീലല്ലേ, കള്ളം പറഞ്ഞില്ലെങ്കിലല്ലേ ഉറക്കം വരാതുള്ളൂ. ദേ, പ്രൊഫഷനെ കയറി പിടിക്കല്ലേ ലെക്ചർ സാറേ. ഓഹോ, നിങ്ങളൊക്കെ ജോലിക്ക് പോയില്ലേലും ശമ്പളം കിട്ടുന്നവരാ. ഞങ്ങളാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇര തേടി ഭക്ഷണത്തിനുള്ളത് കണ്ടുപിടിക്കണം. ആ അതുള്ളതാ. പക്ഷേ അതിലും ഭേദം വിഷ്ണുവിന്റെ ജോലിയാ. കാലുമേ കാലും കയറ്റി വെച്ച് ചുമ്മാ തങ്ങിരുന്നാ മതി. ആൾക്കാര് പണം പലിശയായിട്ട് കാണിക്കായിട്ട് കൊണ്ടുവന്നിട്ടോളും. രാജീവ് സാറേ, വെറുതെ എന്റെ ഭർത്താവിനെ കുറ്റം പറയണ്ട. പുള്ളിക്കാരനും അധ്വാനിച്ച് തന്നെയാ പണം ഉണ്ടാക്കുന്നത്. നമ്മളില്ലേ. കണ്ടോ പ്രീതി, ഹസ്ബൻഡിനെ പറഞ്ഞപ്പോ ചൊറിഞ്ഞു. ഈ സ്നേഹം കണ്ടാ മതി എപ്പോഴും. അതൊക്കെ ഇനി എപ്പോഴും ഉണ്ടാവും. ദാമ്പത്യ പൂജയല്ലേ നടക്കാൻ പോന്നേ. ഈ സാറിന് എന്താ അമ്മയൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നു. ശാരദാമ്മേ, നമസ്കാരം. നമസ്കാരം തിരുമേനി. എന്താ തിരുമേനി വൈകിയത്? വൈകിയെന്ന് പറയാൻ പറ്റില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിന് ഇനിയുമുണ്ടല്ലോ സമയം. അമ്പലത്തിൽ ചില അടിയന്തര പൂജകളുണ്ടായിരുന്നു. നിങ്ങൾ ദാമ്പത്യ പൂജയ്ക്ക് വിളിക്കാൻ വീട്ടിൽ വരുമ്പോ ഞാൻ ഇല്ലാതെ പോയി സത്യാമ്മേ. നീ എന്നും ഉണ്ടായിട്ടും വലിയ വിശേഷമൊന്നുമില്ല. അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. സാമാന്യ ബോധവും ബുദ്ധി ഉണ്ടാവണം. അല്ലാത്തവരെ ചങ്ങലക്കിട്ട് പൂട്ടണം. അമ്മേ, സത്യമേ, എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടോന്നറിയില്ല. എന്നാലും പറയാം. പ്രായവും പക്വതയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ആ സംഭവത്തിൽ ഏറ്റവും പക്വത കാട്ടിയത് വസുമതിയോ സത്യാമ്മയോ ഒന്നുമല്ല. പ്രായത്തിൽ കുറവുള്ള ഈ പ്രീതിയാ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഭർത്താവ് കാട്ടിക്കൊടുക്കുന്നതാ സ്വന്തം വീട്. അവരുടെ അച്ഛനമ്മമാരോടുള്ള പരിഗണന കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം അച്ഛനമ്മമാരോട് പോലും. അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തിനാ ഞാൻ ഈ ചടങ്ങിന് വന്നേന്ന്. അതെ അമ്മേ, വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും ദാമ്പത്യ പൂജ നടക്കുക എന്ന് പറഞ്ഞാ ഈ സുസ്മിത കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് തുല്യ. അത് അവരെനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുടുക്ക് അവരുടെ കഴുത്തിൽ തന്നെ എങ്ങനെയാ ചെന്ന് വീഴുന്നതെന്ന് കണ്ടോ അമ്മ? മാതൃസ്ഥാനത്ത് ആരാണ്? ഞാനാ തിരുമേനി. ഉവ്വോ. ഉഗ്ര
സ്ഥിരശക്തിയുള്ള പൂജയാ. പൂജ മുടങ്ങുകയോ പൂർണ്ണമാകാതിരിക്കുകയോ ചെയ്ത മാതൃസ്ഥാനത്തുള്ള ആൾക്ക് അപകടം സംഭവിക്കുന്ന വിശ്വാസം. സത്യമേ ആന്റി, ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ടാ, ഇവളെങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടുമെന്ന്. നല്ലതല്ലേ, അവള് കണ്ടു നിൽക്കട്ടെ ദാമ്പത്യ പൂജ. ഒരു മിനിറ്റ്. ഹലോ. ആ ഹലോ, എടാ അവിടെ പൂജയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ മാവാ. ആ എന്നാ നീ വീട്ടിലോട്ടൊന്ന് ചെല്ലുവോ? എന്താ മാവാ? ആ എനിക്ക് പുറത്തോട്ടൊന്ന് വരേണ്ടി വന്നു. നിന്റെ അമ്മയുടെ ഹൃദയത്തിനുള്ള മരുന്ന് തീർന്നു. അത് വാങ്ങാൻ വന്നപ്പോ ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ ഇല്ല. മെഡിക്കൽ കോളേജിനടുത്ത് എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അമ്മാവാ, ഞാൻ അവിടുന്ന് പോരുന്നത് വരെ പറഞ്ഞില്ലല്ലോ ഈ മരുന്നിന്റെ കാര്യം. നീ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ ഗുളിയെടുത്ത് കൊടുക്കാൻ പോയത്. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലേ. ഒന്നാമതേ ഹൃദയത്തിന് വയ്യാതിരിക്കുക. ഈ എപ്പോഴാ ഏതാ എന്താ സംഭവിക്കാന്നറിയില്ലല്ലോ. ഞാൻ പൊക്കോളാം. ശരി ശരി. ആ എങ്ങനെയുണ്ട് വിജയന്റെ ബുദ്ധി? പൊളിച്ചു കൃഷ്ണകുടി ചേട്ടാ, ഇതോടെ ശാരിക തീർന്നു. അമ്മേ, സാരമില്ലമ്മേ. അമ്മ നല്ലത് ഉദ്ദേശിച്ച് ചെയ്തതല്ലേ. എന്നാലും മോളെ, ശരിയെ എനിക്ക് പോണം. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളൂന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. എന്നാ ഞാനും കൂടി വരാം സാർ. അത് ശരിയാവില്ല. ഈ അവസ്ഥയിൽ ഇയാൾ അമ്മയുടെ കൂടെ അല്പസമയം ചെലവഴിക്കേ. ശാലിനിക്ക് ഒരു പ്രത്യേക നന്ദി പറയാൻഡി. ആന്റിക്ക് ഇത്രയും സൽപ്പേരും ആദരവും ഒക്കെ സമ്മാനിച്ചതല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന സുസ്മിതേ? ആന്റിയോട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് നേരെ പറഞ്ഞു തീർക്കണം. അല്ലാതെ ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കല്ല വേണ്ടത്. വിഷ്ണുവേട്ടൻ ചൂടാവാതെ. സ്വന്തം അമ്മയെ അപമാനിക്കപ്പെട്ടെന്ന് മറക്കരുത്. പ്രീതിയെ വസുമതി ആന്റി ദാമ്പത്യ പൂജയ്ക്ക് വിടാത്ത കാര്യം ഇവക്കറിയാം. അതിനു പകരം സ്വന്തം വീട്ടിൽ പൂജ വെച്ച് ഇവൾ പ്രീതിയെ ക്ഷണിച്ചു. അത് കാണാൻ ആന്റിയെയും ക്ഷണിച്ചു. വസുമതി ആന്റിയോട് കള്ളം പറഞ്ഞ് പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാൻ അർജുനെ വിളിച്ചു പറഞ്ഞു. ആന്റി
അമ്മയെ അപമാനിക്കാനും താറടിക്കാനും ഒരു വേദി ഒരുക്കുകയായിരുന്നു ഇവളുടെ ലക്ഷ്യം. ഇവളത് നിഷ്പ്രയാസം സാധിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പൊ തൃപ്തിയായില്ലേ നിനക്ക്? സുസ്മിത, നീ ഒരുപാട് സംസാരിക്കാൻ കേട്ടാ. നിന്നോട് നിർത്ത. ഇല്ല, എനിക്ക് മനസ്സിലായി. പ്രീതിയുടെ നന്മയെ കരുതി ഇവൾ അവരെ വിളിച്ചു വരുത്തിയെന്നാ ഞാൻ കരുതിയത്. പൂജ മുടക്കി അവളുടെ ജീവിതം നശിപ്പിക്കാനും എന്നെ അപമാനിക്കാനും വേണ്ടിയാണെന്ന് സംശയിച്ചതേ ഇല്ല ഞാൻ. അമ്മ ശാലി എന്ത് ചെയ്തെന്നാ? ചെയ്തത് എന്താണെന്ന് അവള് പറഞ്ഞത് കേട്ടില്ലേ? എന്നെ വട്ടിപ്പലിശക്കാരിയെന്നും മനസാക്ഷി ഇല്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുമ്പോ നീ അടക്കമുള്ളവർക്ക് കേട്ടു നിൽക്കേണ്ടി വന്നു. അതും പോട്ടെ, മറ്റൊരാള് കാരണം എന്റെ മകളുടെ കണ്ണീര് എന്റെ മുന്നിൽ വീണു. സത്യഭാമയുടെ മരണമാണത്. സത്യമേ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. മനസ്സിലായി ശാരദാമ്മേ. നിങ്ങളും കൂടി ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അയ്യോ, സ്ത്രീരൂപം പൂണ്ട വിഷവിത്ത ഇത്. എന്റെ വീട്ടിലേക്ക് തന്നെ ഇവളെ സമ്മാനിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മോള് വന്നേ, വാ. നിങ്ങൾ രണ്ടും വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്? നിന്നെ അപമാനിക്കാൻ വേണ്ടി ശാലിനി ഒന്നും ചെയ്തിട്ടില്ല. ഇവൾ എന്ത് ചെയ്താലും അത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഇവൾ വഴി നിനക്ക് നന്മയേ ഉണ്ടാവുള്ളൂ. നേരത്തെ അവളത് തെളിയിച്ചിട്ടുണ്ടല്ലോ. തനി തങ്കമാണെങ്കിൽ നിന്ന നിപ്പിൽ എടുത്തുകൊണ്ടുപോയി പൂജാമുറിയിൽ വെക്ക്. എന്നിട്ട് വെച്ചാരാധന നടത്ത. സത്യഭാമ മറ്റുള്ളവർക്ക് മുന്നിൽ മാനം കെട്ടവളായാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. എന്താ ഭാമ ഇത്? ഇവള് കാരണം ഞാൻ ഭൂമിയോളം താഴ്ന്നു നിൽക്കുക. ഭർത്താവ് കൂടി ചേർന്ന് അതിനപ്പുറത്തേക്ക് എന്നെ ചവിട്ടി താഴ്ത്തരുത്. ഭാമ, ഞാൻ പറഞ്ഞത് തൃപ്തിയായി രാഘവേട്ട, തൃപ്തിയായി. അമ്മ കരുതുന്ന പോലെ മതി. പൊളിച്ചു. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ല, ആര് വരുന്ന കാര്യം ശാലിനി പറയുന്നത്? സുസ്മിതയ്ക്ക് കടിഞ്ഞാണിടാൻ ഒരാൾ. പക്ഷെ ആര്? എവിടുന്ന്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ആളിവിടെ എത്തിക്കഴിഞ്ഞെന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നു. എന്നെ പ്രേമിച്ചിട്ട് തേച്ച് കടന്നു കളഞ്ഞു അല്ലേ വഞ്ചകി? എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. സുസ്മിതേ, നീ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. നിന്നെ വിടില്ല ഞാൻ.
ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ശരി, ആളിനി എപ്പോ വരുന്നോട് ചോദിക്കും ഇയാളുടെ 6th സെൻസിനോട്. അതും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇത്തവണ സുസ്മിതയ്ക്ക് പണി കിട്ടിയിരിക്കും. 8ന്റെ അല്ല, 80ന്റെ പണി. എന്താണ് പരിപാടി? ഞാനേ ഒരു ബോംബ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്നാ ഞാനോട് സഹായിക്കാം. എന്തിന് ബോംബ് ഉണ്ടാക്കാനാ? എടോ, ഒരു ചെറിയ രീതിയിൽ അതുകൂടി നോക്കാന്നേ. ഈ 7ാം ക്ലാസ്സിൽ വെച്ച് ഒരു ഏറുപടക്കം ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എന്തിന്? അത് പിന്നെ ഹോംവർക്ക് ചെയ്യാതെ പിടിച്ചു കഴിക്കുക, കണക്ക് മാഷിനെ മൂട്ടിൽ വെച്ച് പൊട്ടിക്കാൻ. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ചെലവായത് മിച്ചം. സത്യാമ്മയാണോ ഏറുപടക്കം ഉണ്ടാക്കാൻ പണം മുടക്കിയത്? അല്ല, എടോ, മാഷിന് ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കണ്ടേ? ശരിക്കും ഉള്ളതാണോ ഈ പറഞ്ഞത്? ചേടാ, എടോ, ഈ ബോംബ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇയാള് വിചാരിക്കണ സിമ്പിൾ ആടോ. എന്ന് വെച്ചാ ഇപ്പൊ എന്താ പറയാ, ഒരു ബാറ്ററിയും 2 വയറും വെച്ച് തുടങ്ങിയാൽ മതി. ബോണ്ട് ഉണ്ടാക്കുന്നതായിട്ട് എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കി തരാം ബോംബ്. ഒന്നും വേണ്ട. ഞാനേ കോഫി ഉണ്ടാക്കട്ടെ. താഴെ മത്തങ്ങ. അല്ല, വേണമെങ്കിൽ ഞാൻ സഹായിക്കാട്ടോ. പതിവില്ലാതെ ഇയാൾ എന്തിനാ ഇവിടെ കിച്ചണിൽ കിടന്നിങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്? അത് പിന്നെ ഈ ദാമ്പത്യ പൂജ കഴിഞ്ഞ സകല സമയവും ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ചുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുങ്ങിയതൊരു ദിവസമെങ്കിലും. ഓ, അതിനിടയിൽ അവര് തമ്മിൽ എല്ലാം പങ്കുവെക്കണം. എല്ലാം എന്ന് വെച്ചാ? അതെന്താന്ന് വെച്ചാല് എന്താ പറയാ, ഈ സുഖവും സന്തോഷവും സങ്കടവും ഒക്കെ. അതാ ഞാൻ ഉദ്ദേശിച്ചേ. എന്റെ പൊന്നു മോനെ, അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. അല്ല, ഇയാളെന്തേ നോക്കുന്നേ? ഇതെവിടെ പോയി? അതെ, ഇതാണോ? എന്റെ നടു. എന്റെ നടു. എന്റെ നടു പോയി. മോളെ, കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ? എന്റെ അമ്മേ, എന്റെ നടു പോയ ആന്റി. ഇപ്പൊ മനസ്സിലായില്ലേ സുസ്മിത, എണ്ണ വീണത് തന്നെയാണെന്ന്? പതുക്കെ മതി. എന്റെ കൈ, എന്തൊരു വേദന. ഒരു കൈ തന്ന് സഹായിക്കാൻഡി. എന്നിട്ട് വേണം നിന്റെ ദേഹത്ത് ഞാനും കൂടെ എടുത്തടിച്ച് വീഴാൻ. ആന്റി, തനി എഴുന്നേറ്റ് വാ. കുഴമ്പോ ബാമോ മറ്റോ പൊരുട്ടി തരാൻ ഞാൻ പൊന്നിയോട് പറയാം. കയ്യേ വല്ലാത്ത വേദന. തന്നെ എഴുന്നേക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്ക്. നമസ്കരിക്കുക. അയ്യോ, അങ്ങനെ ഇറങ്ങി പോക്കോ.
പതുക്കെ വീണ വിളിക്കണേ. എന്റെ മകളുടെ ജീവിതം തകർത്തിട്ട് എന്റെ മകനെയും കെട്ടിപ്പിടിച്ച് കളിക്കുക നീ അല്ലേ? അല്ലടി? അമ്മ അത് ഞാൻ നോക്കിക്കോ, എന്റെ പ്രീതി അവിടെ അനുഭവിക്കുന്നതിന്റെ 10 ഇരട്ടി അനുഭവിച്ചിരിക്കും നീ ഇവിടെ. അനുഭവിപ്പിച്ചിരിക്കും ഈ ഞാൻ. ഇതേ സത്യഭാമയുടെ വാക്കാ. ഹലോ അമ്മേ. മോളെ, എങ്ങനെയുണ്ട് അവിടെ? എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അമ്മേ. സത്യം പറയുന്നേ, നിന്നെ അവള് വഴക്കു പറഞ്ഞോ? ഇല്ലമ്മേ. മോളെ, ശാരദാമ്മയുടെ വീട്ടിൽ വന്ന് അത്രയും അഴിഞ്ഞാടിയവള് അവിടെ എത്തിയപ്പോ അങ്ങ് പുണ്യവതിയായോ? എടി, അമ്മയുടെ സത്യം പറ. അമ്മയ്ക്ക് അപ്പോഴത്തെ ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ അമ്മേ. ഇവിടെ വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞൂല്ല. ഞാനിത് വിശ്വസിക്കണം അല്ലേ? കുറച്ച് ദൂരത്തായതുകൊണ്ട് എനിക്കിപ്പോ അങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ. പ്രീതിയാണെന്ന് തോന്നല്ലോ ഫോണിൽ. ആര് പറഞ്ഞു അമ്മ ദൂരെയാണെന്ന്? അമ്മയെ ഞാൻ കൂടെ കൊണ്ട് നടക്കുക എന്റെ നെഞ്ചിനുള്ളിൽ. നെഞ്ചിനുള്ളിലാക്കണ്ടടി, തലയെ കെട്ടിച്ചു വന്നോട് നടന്നാ മതി. കല്യാണം കഴിച്ച പെൺമക്കളെ വിളിക്കുമ്പോ സാധാരണ അമ്മമാർക്ക് എന്ത് സന്തോഷാണെന്നറിയോ? പക്ഷേ ആന്റിയുടെ മുഖം കണ്ടിട്ട് എനിക്കും കൂടി സങ്കടം തോന്നുന്നു. ഇതുപോലെ മക്കളെ കാണുമ്പോ സങ്കടപ്പെടുന്ന വേറൊരു മുഖമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശാരദാമ്മയുടെ. മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ച ശേഷം പലതവണ ശാരദാമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു തവണയെങ്കിലും കണ്ണീരോടെ അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടോ? അതിന്റെയൊക്കെ പിഴ ഒടുക്കിക്കൊണ്ടിരിക്കുക ആന്റി ഇപ്പോ. ആ അയ്യോ, ദൈവം കണക്ക് തീർത്തെന്നോ വിധിയെന്നോ ഒന്നും ഞാൻ പറയില്ല കേട്ടോ. ഇത് ആന്റിക്കുള്ളൊരു കെണിയാ, ശാലിനി ഒരുക്കിയ കെണി. ഓരോ തവണയും അവളുടെ അമ്മയുടെ പൂങ്കണ്ണീർ ഇവിടെ വീഴുമ്പോ അവള് മനസ്സാ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആന്റി അതിന് പകരം വീട്ടാൻ. അതിനുവേണ്ടി അവള് പ്രീതിയെ ഒരു കരുവാക്കി. പുത്രി ദുഃഖം എന്താണെന്ന് ആന്റിയും കൂടെ ഒന്ന് അറിയണമല്ലോ. ശാലിനി ചരട് വലിക്കുമ്പോ ആടുന്ന ഒരു പാവയെ പോലെയാണ് പ്രീതി ഇപ്പോ. അതിന്റെ ഫലം ആ പാവ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഗർഭം കൂടി ഏറ്റെടുക്കാൻ ആത്മാർത്ഥത കാണിച്ച ശാലിനിയെ പ്രീതി എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവളുടെ ആ ഏറ്റെടുക്കൽ പോലും കാപട്യമായിരുന്നെന്നാ എനിക്ക് തോന്നുന്നേ. താലികെട്ടിന്റെ സമയത്ത് കറക്റ്റായി തലകറങ്ങി വീഴാൻ അവള് പ്രീതിയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നഷ്ടം ഉണ്ടായത് ആർക്കാ? എന്റെ ജീവിതം പോയത് സാരമില്ല. ആന്റിയുടെ മാനാഭിമാനങ്ങളല്ലേ അവള് പൊതുമധ്യത്തിൽ വലിച്ചു കീറിയത്. അതിന്റെ ആവർത്തനം തന്നെയല്ലേ ഇന്നും ഉണ്ടായത്. ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് ദാമ്പത്യ പൂജ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ അപകടം മണക്കേണ്ടതായിരുന്നു ആന്റി. അർജുനേട്ടനെയും പ്രീതിയെയും പൂജയ്ക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം വസുമതി ആന്റിയോട് പറയാനുള്ള മര്യാദ കാണിക്കണ്ടേ ശാരദാമ്മ? ഇവിടെ വന്ന് വിഷ്ണുവേട്ടനെ ശാലിനിയെ മാത്രമല്ലല്ലോ അവര് ക്ഷണിച്ചത്, ഭാമാന്റെയും വിളിച്ചില്ലേ? ആ
ആ മര്യാദ എന്താ അവര് വസുമതി ആന്റിയോട് കാണിക്കാത്തത്? പകരം ആരോടും പറയാതെ വരണമെന്ന് അർജുനോടും പ്രീതിയോടും പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വസുമതി ആന്റിക്ക് പകരം ആന്റിക്കായാലും ദേഷ്യം തോന്നില്ലേ? വസുമതി ആന്റി അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആരാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാണ്ടി. ആന്റിയെ പൂജയ്ക്ക് വിളിച്ചവർ തന്നെ. വസുമതി ആന്റി അവിടെ എത്തുമ്പോ അർജുനേട്ടനെയും പ്രീതിയെയും കണ്ട് ആടി പൊട്ടുമെന്ന് ശാലിനിക്കറിയാം. അതെല്ലാം പ്ലാൻ ചെയ്തത് ആന്റിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാ ആന്റിയെ പ്രത്യേകം ക്ഷണിച്ചോണ്ട് പോയത്. അല്ലാതെ ആന്റിയോടുള്ള സ്നേഹം കൊണ്ടാ. ആന്റി ഒരു പാവമായതുകൊണ്ട് അവളുടെ കുബുദ്ധികളൊന്നും തിരിച്ചറിയുന്നില്ല. ഇവിടെ ദോഷപരിഹാര പൂജയ്ക്ക് വന്നപ്പോ വള മോഷ്ടിച്ചതിന്റെ പേരിൽ ശാരദാമ്മയെ അപമാനിച്ചിറക്കി വിട്ടില്ലേ? ആയോഗ്യപ്പയലെ, ഇനി തനിക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. തന്തയ്ക്ക് പറക്കയുക തലേ ദിവസം പറഞ്ഞാ കൊള്ളാം. മനസ്സിലായോ? വാങ്ങോ. അല്ല മുതലാളി, പറയട്ടെ ഓടോ. അമ്മേ, ഈ ഗൗണാണോ ഞാൻ ലേഡീസ് ക്ലബിലെ പാർട്ടിക്ക് ഇട്ടോണ്ട് വരേണ്ടത്? അതെ, ഇത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചാണല്ലോ. എന്നിട്ട് ഇതൊന്നും അയൺ ചെയ്തിട്ടില്ല അമ്മേ. ആകെ ചുളുങ്ങി കൂടി കിടക്കുകയായിരുന്നു. ഇത് അയൺ ചെയ്ത് വെക്കാൻ ഞാൻ അവളോട് പറഞ്ഞാണല്ലോ. പ്രീതിയോടോ? അതിനൊക്കെ അവൾക്ക് എവിടുന്ന നേരം? എന്റെ അമ്മേ, അവൾ അമ്മയുടെ കണ്ണിൽ പൊടിയിടുക എന്ന് അമ്മയ്ക്ക് ഇതുവരെ പിടികിട്ടിയില്ലല്ലേ? അവൾ അവളുടെ തോന്നിവാസത്തിനാ നടക്കുന്നത്. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനോ? ഓ, അമ്മ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ കൂടെയല്ലേ അവള് ദാമ്പത്യ പൂജയ്ക്ക് പോയത്. എന്നിട്ട് അവൾ ഇവിടെ തിരിച്ചു വന്നപ്പോ ഒരക്ഷരം അമ്മ ചോദിച്ചോ? ഇല്ല. അപ്പോ അവൾ അതൊരു ലാക്കാക്കി. ഇപ്പോഴാണെങ്കി മൊത്തം സമയം ഫോണിലാ.